തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM ജില്ലാ നേതൃയോഗങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തുടരുകയാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ തികഞ്ഞ പരാജയമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ ആഞ്ഞടിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വി ശിവൻകുട്ടിയും രൂക്ഷ വിമർശനം നടത്തി. ആലപ്പുഴ, ഇടുക്കി ജില്ലാ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. എന്നാൽ പാർട്ടിയിൽ നേതൃമാറ്റം വേണ്ടെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം TP രാമകൃഷ്ണന്റെ പ്രതികരണം. ആ പ്രതികരണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. പരാജയത്തിന്റെ കാരണം വളരെ വിശദമായി എല്ലാ പാർട്ടികളിലും പരിശോധന നടത്തി വരികയാണ്. ജനങ്ങളിലേക്ക് ചെന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വികസന കാര്യങ്ങളിലും ജനക്ഷേമ നടപടികളിലും വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തുടരാനും ജനക്ഷേമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നതെങ്കിൽ അത്തരം നിലപാടുകൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ നൽകും. വിമർശനങ്ങൾ ഉയരാൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജും പ്രതികരിച്ചു. ആ പ്രതികരണം കൂടി കാണാം. ഈ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. സ്വാഭാവികമാണ്. വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീജിത്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. ശ്രീജിത്ത്, ഈ CPM നേതൃയോഗങ്ങളിൽ ശക്തമായ വിമർശനം അത് ഈ തോൽവി സംബന്ധിച്ചും നേതൃത്വത്തെ സംബന്ധിച്ചും ഒക്കെ തുടർച്ചയായി ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രണ്ട് നേതാക്കളുടെ പ്രതികരണത്തിൽ പക്ഷേ ചേർത്ത് വായിക്കേണ്ട മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ വിമർശനങ്ങൾ ഉയരാൻ വേണ്ടി തന്നെയാണ് ഇത്തരം യോഗങ്ങളെന്ന് M സ്വരാജ് പറയുന്നു. അതേസമയം തന്നെ പറയുന്നു ഒരു വ്യക്തിയിലേക്ക് മാത്രം ഇത്തരം വിമർശനങ്ങൾ ചുരുങ്ങാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതേസമയം TP രാമകൃഷ്ണൻ പറയുന്നു നേതൃസ്ഥാനത്തൊരു മാറ്റം നിലവിൽ ആവശ്യമില്ല എന്നുകൂടി പറയുന്നു. അപ്പോൾ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടായിക്കോട്ടെ, അത് ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ നേതാക്കൾ എന്നുള്ളത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം നടക്കുന്ന CPIMന്റെ സംസ്ഥാന സമിതിയിലും ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ശൈലി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വലിയ പരാജയത്തിന് കാരണമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചില ഭാഷാ പ്രയോഗങ്ങളും മറ്റും വലിയ തോതിൽ ജനങ്ങൾക്ക് ഇടയിൽ എതിർപ്പുണ്ടാക്കി. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചങ്ങാത്തങ്ങൾ അതൊക്കെ തന്നെ വലിയ തോതിൽ എതിർപ്പുണ്ടാക്കിയെന്നാണ് പിണറായി വിജയനെതിരായ വിമർശനത്തിന് കാരണം. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലൊന്നും പിണറായി വിമർശിക്കുന്നില്ല. MV ഗോവിന്ദനെതിരെ ശക്തമായ വിമർശനമാണ്. അത് പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലുമൊക്കെ തന്നെ അതുതന്നെയാണ് സംഭവിക്കുന്നത്. MV ഗോവിന്ദൻ്റെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശൈലിയും ഒപ്പം തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ തോൽവിക്കിടയാക്കിയ പ്രശ്നങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമളയെ മത്സരിപ്പിച്ചതാണ് തോൽവിക്ക് കാരണം എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ നേതൃത്വത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കൊപ്പം നേതൃത്വത്തിൽ പൊളിച്ചെടുത്ത് വേണമെന്ന ആവശ്യങ്ങളും മറ്റും ഉയരുന്നുണ്ട്. വ്യക്തികേന്ദ്രീകൃതമായി, അതായത് വിമർശനങ്ങൾ പിണറായി വിജയനിലേക്കും MV ഗോവിന്ദനിലേക്കും കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് സ്വരാജ് അതിനെ ഒരു ഇടതുപക്ഷ വിമർശനത്തിൽ അത്തരമൊരു രീതിയില്ല, കൂട്ടായ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് വിമർശനങ്ങൾ പൊതുവായാണ് ഉയരുന്നത്, വ്യക്തി കേന്ദ്രീകൃതമാകരുത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത തോൽവിക്ക് മറ്റു കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിശ്ചിതമായ വിമർശനമാണ് പല പാർട്ടി ഘടകങ്ങളിലും നടക്കുന്നത്. നേതൃഘടനയിൽ പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് TP രാമകൃഷ്ണൻ നേതൃമാറ്റം വേണ്ടതില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസുകളിലും ജില്ലാ സമ്മേളനങ്ങളിലുമൊക്കെയാണ് നേതൃതലത്തിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതല്ലാത്ത ഇടക്കാലത്ത് അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് വേണ്ടതില്ല എന്ന കാര്യത്തിലാവണം ഒരുപക്ഷെ TP രാമകൃഷ്ണൻ അടക്കം ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നത്. TP അടക്കം വലിയ തോതിൽ പരാജയപ്പെടുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.